ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡി സി പവർ സപ്ലൈയിൽ വരുന്ന ഓരോ കമ്പോണൻസ് ആയിരുന്നു. ഓക്കെ, ഫസ്റ്റ് നമ്മൾ റക്റ്റിഫയർ നോക്കി. ഓക്കെ, സോ ട്രാൻസ്ഫോമറിൽ നിന്ന് കിട്ടുന്ന എ സിനെ ഡി സി ആക്കിയിട്ട് റക്റ്റിഫയർ കൺവേർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ റക്റ്റിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു വേരിയിങ് ഡി സി ആണ്. അതായത് ഡി സി വൺ സൈഡഡ് വേവ് ഫോം ആണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? 0 ടു ഒരു മാക്സിമം വാല്യൂ വരെ വേരി ചെയ്യുന്ന രീതിയിലുള്ള ഒരു വേവ് ഫോം ആണ് റക്റ്റിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. ഓക്കെ, സോ ഈ റക്റ്റിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ കിട്ടിയിരിക്കുന്ന ഈ വേവ് ഫോമിൽ വേരിയിങ് ഡി സി മീൻസ് നമ്മുടെ പ്യുവർ ഡി സി എന്ന് പറയുമ്പം ഒരു കോൺസ്റ്റൻറ്റ് ഡി സി വാല്യൂ ആണ്. ഓക്കെ, ഇതാണ് നമുക്ക് വേണ്ട പ്യുവർ ഡി സി. അപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? വേരിയിങ് ആണ്. ഓക്കെ, സോ ഡി സി ആണ്, ഇവൺ ദോ ഇറ്റ്സ് ഡി സി, ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ഈസ് വേരിയിങ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് പറയും? ഇതിന് എ സി കമ്പോണൻറ്റും ഉണ്ട്, ഡി സി കമ്പോണൻറ്റും ഉണ്ട്. അതായത് എ സി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, അതുപോലെ അവിടെ വേരിയിങ് മാഗ്നിറ്റ്യൂഡും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വേരിയിങ് മാഗ്നിറ്റ്യൂഡിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യണം. അതായത് വേരിയിങ് മാഗ്നിറ്റ്യൂഡിനെ എലിമിനേറ്റ് ചെയ്യാൻ മീൻസ് ഇതിൽ വരുന്ന എ സി കമ്പോണൻസിനെ എലിമിനേറ്റ് ചെയ്യണം. സോ ഈ എ സി കമ്പോണൻസിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സർക്യൂട്ടാണ് ഫിൽട്ടർ സർക്യൂട്ട്. ഓക്കെ, സോ റക്റ്റിഫയറിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു വേവ് ഫോമിന് വേരിയിങ് ഡി സിയിലെ എ സി കമ്പോണൻസ്, അതായത് ഇതിലെ ഈ വേരിയേഷൻ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വേരിയേഷൻസിനെയാണ് നമ്മൾ റിപ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഡി സിയിൽ വരുന്ന എ സി കമ്പോണൻസ് വേരിയേഷൻസ് വരുന്നുണ്ട്. സോ അതിനെയാണ് റിപ്പിൾസ് എന്ന് പറയുന്നത്. സോ ഈ റിപ്പിൾസ് മാക്സിമം നമുക്ക് എലിമിനേറ്റ് ചെയ്യണം. സോ ഈ റിപ്പിൾസ് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫിൽട്ടർ സർക്യൂട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇനി എങ്ങനെയാണ് ഫിൽട്ടർ സർക്യൂട്ട് നോക്കാം. ഫിൽട്ടേഴ്സ് ഔട്ട്പുട്ട് ഓഫ് റക്റ്റിഫയർ കണ്ടെയ്ൻസ് ഡി സി കമ്പോണൻസ് ആസ് വെൽ ആസ് എ സി കമ്പോണൻസ്. അതാണ് വേരിയിങ് കമ്പോണൻസ് വരുന്നുണ്ട്. ഓക്കെ, സോ ഫിൽട്ടേഴ്സ് ആർ യൂസ്ഡ് റിമൂവ്. നിങ്ങൾ ഓൺലൈൻ ആണെന്ന് വെച്ച് നോട്ട് എഴുതാതിരിക്കരുത്. നാളെ ക്ലാസ്സിൽ വരുമ്പോഴത്തേക്കും നോട്ടിലെല്ലാം ഉണ്ടായിരിക്കണം. വെറുതെ ഇങ്ങനെ നോക്കിയിരുന്നാൽ പോരാ, നോട്ട്സ് എഴുതണം. ക്ലാസ്സിൻ്റെ കൂടെ തന്നെ നോട്ട്സും ഇപ്പോൾ സർക്യൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വരച്ചിട്ട് പോവുക. ഫിൽട്ടേഴ്സ് മീൻസ് ഫിൽട്ടേഴ്സ് ആർ യൂസ് ടു റിമൂവ് എ സി കമ്പോണൻറ്റ് ഫ്രം റക്റ്റിഫയർ ഔട്ട്പുട്ട്. അതായത് റക്റ്റിഫയർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന വേരിയിങ് ഡി സി ആണ്. സോ ഈ റക്റ്റിഫയർ ഔട്ട്പുട്ട് നിന്ന് എ സി കമ്പോണൻസ്, അതായത് ഇതിൽ നിന്ന് വരുന്ന, അതായത് ഈ വേരിയിങ് മാഗ്നിറ്റ്യൂഡ്, സോ ഈ എ സി കമ്പോണൻസ് റിമൂവ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന സർക്യൂട്ട്സിനെയാണ് ഫിൽട്ടർ സർക്യൂട്ട്സ് അല്ലെങ്കിൽ ഫിൽട്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫിൽട്ടേഴ്സ് ആർ യൂസ് ടു റിമൂവ് എ സി കമ്പോണൻറ്റ് ഫ്രം റക്റ്റിഫയർ ഔട്ട്പുട്ട്. അത് റക്റ്റിഫൈ ചെയ്ത് കിട്ടുന്ന ആ ഔട്ട്പുട്ടിൽ നിന്ന് അതിലുള്ള എ സി കമ്പോണൻസ്, അല്ലാതെ നമ്മുടെ നോർമൽ എ സി കമ്പോണൻ്റ് അല്ല, റക്റ്റിഫൈ ചെയ്ത് കിട്ടുന്ന ഈ ഔട്ട്പുട്ടിലെ എ സി കമ്പോണൻസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി, അതായത് റക്റ്റിഫയർ ഔട്ട്പുട്ടിലെ എ സി കമ്പോണൻസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സർക്യൂട്ട്സിനെയാണ് ഫിൽട്ടർ സർക്യൂട്ട്സ് എന്ന് പറയും. ഓക്കെ, അപ്പം നമുക്ക് പല എലമെൻറ്റ്സ് യൂസ് ചെയ്തിട്ട് ഫിൽട്ടർ സർക്യൂട്ട് ഉണ്ടാക്കാം. അതായത് ഇപ്പോൾ കപ്പാസിറ്റർ, ഇലക്ട്രിക്കൽ കമ്പോണൻസ് ആയ കപ്പാസിറ്റർ, അതുപോലെ ഇൻഡക്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ കപ്പാസിറ്റേഴ്സും ഇൻഡക്റ്റേഴ്സും യൂസ് ചെയ്തിട്ട് പല ടൈപ്പ് ഓഫ് റക്റ്റിഫയേഴ്സ് വെക്കാം. ഓക്കെ, സോറി, ഫിൽറ്റേഴ്സ്. സോ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഫിൽറ്റേഴ്സ് ആണ് കപ്പാസിറ്റർ ഫിൽറ്റർ, എൽ സി ഫിൽറ്റർ, പൈപ്പ് ഫിൽറ്റർ എന്നൊക്കെ പറയാം. ഓക്കെ, സോ കപ്പാസിറ്റർ ഫിൽറ്റർ എന്ന് പറയുമ്പോൾ അതിൽ കപ്പാസിറ്റേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, അതാണ് കപ്പാസിറ്റർ ഫിൽറ്റർ എന്ന് പറയുന്നത്. ദെൻ എൽ സി ഫിൽറ്റർ എന്ന് പറയുമ്പം അതിൽ ഇൻഡക്ടറും വരും. എൽ എന്ന് പറയുന്നത് ഇൻഡക്ടർ ആണ്, സി എന്ന് പറയുന്നത് കപ്പാസിറ്റർ ആണ്. ഓക്കെ, സോ ഇൻഡക്ടേഴ്സും കപ്പാസിറ്റേഴ്സും വരും. ഓക്കെ, കപ്പാസിറ്റേഴ്സും വരും, ഇൻഡക്ടേഴ്സും വരും, അതാണ് എൽ സി ഫിൽറ്റർ എന്ന് പറയുന്നത്. കപ്പാസിറ്റർ ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റർ മാത്രം വരുന്ന ഫിൽറ്റർ സർക്യൂട്ടാണ് കപ്പാസിറ്റർ ഫിൽറ്റർ. ദെൻ വേറൊരു ടൈപ്പ് ഫിൽറ്ററാണ് പൈ ഫിൽറ്റർ എന്ന് പറയും. പൈ ഫിൽറ്റർ. ഓക്കെ, സോ കപ്പാസിറ്റർ ഫിൽറ്റർ, എൽ സി ഫിൽറ്റർ, പൈ ഫിൽറ്റർ, ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫിൽറ്റർ സർക്യൂട്ട്. അപ്പം നിങ്ങൾക്ക് ഇതിൽ കപ്പാസിറ്റർ ഫിൽറ്റേഴ്സിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം എങ്ങനെയാണ് കപ്പാസിറ്റർ ഫിൽറ്റർ വർക്ക് ചെയ്യാൻ, ഓക്കെ, സോ ഇതാണ് നോക്കാനുള്ളത്.
So capacitor filter. Okay. So output of rectifier is pulsating DC. ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ഇവിടെ എഴുതിന് capacitor filter. So output of rectifier is pulsating DC. Okay. So ഇതാണ് pulsating DC. Okay, so to make a pure DC supply, a large value of capacitor is connected in parallel with the load resistor. Okay, അതായത് നമ്മുടെ റെക്ടിഫയർ നമ്മൾ സർക്യൂട്ട് വരച്ചപ്പോൾ റെക്ടിഫയറിന്റെ ഔട്ട്പുട്ടിൽ ഒരു ലോഡ് റെസിസ്റ്റർ R കണക്ട് ചെയ്തിരുന്നു. സോ ഇവിടെയാണ് ഒരു ലോഡ് റെസിസ്റ്റർ. ഓക്കെ, സോ ഇതാണ് ഈ ലോഡ് റെസിസ്റ്റർ. അപ്പോൾ ഇവിടെ നമുക്ക് റെക്ടിഫയറിന്റെ ഔട്ട്പുട്ടിൽ ഇതിന് അക്രോസ് കിട്ടുന്നത് വേരിയബിൾ ഡി സി ആണ്. ഓക്കെ, പക്ഷെ നമുക്ക് ഈ ലോഡിന് അക്രോസ് വേണ്ടത് ഒരു കോൺസ്റ്റന്റ് മാഗ്നിറ്റ്യൂഡ് ഡി സി ആണ്. സോ അതുകൊണ്ട് ഈ ലോഡിന് അക്രോസ് ആയിട്ട് എന്ത് കണക്ട് ചെയ്യും? ഒരു ഹൈ മാഗ്നിറ്റ്യൂഡ് ലാർജ് വാല്യൂ ഓഫ് കപ്പാസിറ്റർ കണക്ട് ചെയ്യും. ഓക്കെ, സോ അതാണ് ഫിൽട്ടർ എന്ന് പറയുന്നത്. So to make a pure DC supply, a large value of capacitor is connected in parallel with the load resistor. Okay, so load resistor ne parallel connection എന്ന് പറയുമ്പോൾ ലോഡ് റെസിസ്റ്ററിന് രണ്ട് ടെർമിനൽസ് ഉണ്ടാവും. സോ അതിന് അക്രോസ് ആയിട്ട്, അതായത് ഒരു ടെർമിനലിലേക്ക് കപ്പാസിറ്ററിന്റെ ഒരു പോയിന്റ് കണക്ട് ചെയ്യും, അടുത്ത ടെർമിനലിലേക്ക് കപ്പാസിറ്ററിന്റെ അടുത്ത പോയിന്റ് കണക്ട് ചെയ്യും. ഓക്കെ, so ഇതാണ് പാരലൽ കണക്ഷൻ എന്ന് പറയുന്നത്. സോ ടു മേക്ക് എ പ്യുവർ ഡി സി സപ്ലൈ, എ ലാർജ് വാല്യൂ ഓഫ് കപ്പാസിറ്റർ ഇസ് കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് ദി ലോഡ് റെസിസ്റ്റർ. ഓക്കെ, ഇനി കപ്പാസിറ്ററിന്റെ പ്രോപ്പർട്ടി എന്തായിരുന്നു? കപ്പാസിറ്റർ ഓപ്പോസസ് എനി ചേഞ്ച് ഇൻ വോൾട്ടേജ് അക്രോസ് ഇറ്റ്. ഓക്കെ, സോ കപ്പാസിറ്ററിനും ഇൻഡക്ടറും പറയുമ്പോൾ അതിന്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞിരുന്നു. ഇൻഡക്ടറിന്റെ കേസിൽ എന്തായിരുന്നു? ഇൻഡക്ടർ ഓപ്പോസസ് എനി ചേഞ്ച് ഇൻ കറണ്ട്. ഓക്കെ, സോ ഇൻഡക്ടർ ഒരു സർക്യൂട്ടിലൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സർക്യൂട്ടിലെ കറണ്ടിന്റെ ചേഞ്ചിനെയാണ് ഇൻഡക്ടർ ഓപ്പോസ് ചെയ്യുക. സോ അതുപോലെ കപ്പാസിറ്ററിന്റെ പ്രോപ്പർട്ടി എന്താണ്? കപ്പാസിറ്റർ ഓപ്പോസസ് എനി ചേഞ്ച് ഇൻ വോൾട്ടേജ് അക്രോസ് ഇറ്റ്. അതായത് ഒരു സർക്യൂട്ടിൽ ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലിപ്പോൾ ഒരു വോൾട്ടേജ് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. ആദ്യം ഒരു വോൾട്ടേജ് 0 ആണ്, ഇനി അത് ഇൻക്രീസ് ചെയ്തിപ്പോൾ 5 വോൾട്ടിലേക്കാണ്. അപ്പോൾ വോൾട്ടേജ് 0 to 5 ചേഞ്ച് ചെയ്യണം. ആ ചേഞ്ചിനെ എന്ത് ചെയ്യും? കപ്പാസിറ്റർ ഓപ്പോസ് ചെയ്യും. ഓക്കെ, സോ അതാണ് കപ്പാസിറ്ററിന്റെ പ്രോപ്പർട്ടി. സോ ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഈ ഫിൽട്ടർ സർക്യൂട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, കപ്പാസിറ്റർ ഫിൽട്ടറിൽ. ഓക്കെ, so capacitor opposes any change in voltage across it. Okay, so when the rectifier, so ഇനി നമുക്ക് അതിന്റെ സർക്യൂട്ട് ഡയഗ്രാം നോക്കാം. അതായത് ഇതാണ് നമ്മുടെ ഫിൽട്ടർ സർക്യൂട്ട് ഡയഗ്രാം. സോ ഫിൽട്ടർ സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറയുമ്പോൾ ഒരു കപ്പാസിറ്ററും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എ സി ഇൻപുട്ട് ആണ്, ഇൻപുട്ട് സൈഡ് എ സി കൊടുത്തു. ഏതിലേക്ക് കൊടുത്തു? റെക്ടിഫയറിലേക്ക് കൊടുത്തു. ഓക്കെ, സോ റെക്ടിഫയർ ഇത് വരച്ചെടുക്കുക, കപ്പാസിറ്റർ ഫിൽട്ടർ. സോ റെക്ടിഫയർ ഒരു ബ്ലോക്കിൽ വരച്ചിരിക്കുന്നത്, അതായത് നമ്മൾ മുന്നേ സർക്യൂട്ട് പഠിച്ചു ബ്രിഡ്ജ് റെക്ടിഫയർ. സോ അതിന്റെ സർക്യൂട്ട് കംപ്ലീറ്റ് വരക്കുന്നതിന് പകരം ഒരു ബ്ലോക്കിൽ റെക്ടിഫയറിനെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, so input AC is given to rectifier. Okay, rectifierലേക്ക് ഇൻപുട്ട് AC കൊടുത്തു. Okay, then output from this rectifier will be DC. Okay, ഈ റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് ഈ രണ്ട് ടെർമിനലിന് അക്രോസ് കിട്ടുന്ന എന്തായിരിക്കും? DC ആയിരിക്കും. Okay, so DC പറയുന്ന വേരിയബിൾ DC ആയിരിക്കും. അപ്പോൾ ഈ ഒരു പോയിന്റിന് അക്രോസ് നമുക്ക് കിട്ടുന്നത് ഫുൾ വേവ് റെക്ടിഫയർ ആണെങ്കിൽ ഇതുപോലെ ഒരു DC, അതായത് വേരിയിങ് DC ആണ് ഈ രണ്ട് പോയിന്റിന് അക്രോസ് കിട്ടും. ഓക്കെ, ഈ രണ്ട് പോയിന്റിന് അക്രോസ് കിട്ടുന്നത്. റെക്ടിഫയറിലേക്ക് ഇൻപുട്ട് എ സി കൊടുത്തു, അതായത് ഓൾട്ടർനേറ്റിംഗ് ആണ്. ദെൻ റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഡി സി, അതായത് വേരിയിങ് ഡി സി ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, ഇനി ഈ വേരിയിങ് ഡി സിയിലെ എ സി കമ്പോണൻസിനെ എലിമിനേറ്റ് ചെയ്യാനാണ് ഫിൽട്ടർ യൂസ് ചെയ്യുന്നത്, അതായത് ഈ കപ്പാസിറ്റർ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കപ്പാസിറ്റർ എവിടെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഈ രണ്ട് ടെർമിനലിന് അക്രോസ് ആണ്, റെക്ടിഫയർ ടെർമിനലിന് അക്രോസ് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ റെക്ടിഫയർ ടെർമിനലിന് അക്രോസ് ഇവിടെ കിട്ടുന്ന വോൾട്ടേജ് ആണ്. ഈ രണ്ട് ടെർമിനലിന് അക്രോസ് നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് എന്താണ്? ദിസ് വേരിയിങ് ഡി സി ആണ്. ഓക്കെ, ഈ വേരിയിങ് ഡി സി ആണ് ഈ കപ്പാസിറ്ററിലേക്ക് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കപ്പാസിറ്ററിന്റെ പ്രോപ്പർട്ടി എന്താണ്? ഇറ്റ് വിൽ ഓപ്പോസസ് എനി ചേഞ്ച് ഇൻ വോൾട്ടേജ്. ഓക്കെ, അതായത് ഇവിടെ വോൾട്ടേജ് എന്താണ്? 0 to ഒരു മാക്സിമം വാല്യൂ, അതായത് ഈ ഒരു മാക്സിമം വാല്യൂ നമുക്ക് VM ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ 0 to മാക്സിമം വാല്യൂയിലേക്ക് ഇൻക്രീസ് ചെയ്യുന്നു. ദെൻ അവിടുന്ന് എന്ത് ചെയ്യുന്നു? അഗെയിൻ 0 ആയിട്ട് ഡിക്രീസ് ചെയ്യുന്നു. അവിടുന്ന് 0 മാക്സിമം വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു, ദെൻ ഡിക്രീസ് ചെയ്യുന്നു. സോ ഈ രീതിയിൽ
മാഗ്നിറ്റ്യൂഡ് വേരി ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വേരിയും വോൾട്ടേജ് ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്, കപ്പാസിറ്ററിന് അക്രോസ് അപ്ലൈ ചെയ്യുന്നത്. പക്ഷെ കപ്പാസിറ്ററിന്റെ പ്രോപ്പർട്ടി എന്താണ്? ഇറ്റ് വിൽ ഓപ്പോസസ് എനി ചേഞ്ച് ഇൻ വോൾട്ടേജ് അപ്ലൈഡ് അക്രോസ് ഇറ്റ്. ഓക്കെ, സോ ഇവിടെ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ കപ്പാസിറ്ററിന്റെ പ്രോപ്പർട്ടി കാരണം ഇതെന്താണ്, ഈ ഒരു ചേഞ്ചിനെ അലോ ചെയ്യില്ല. ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ പ്രോസസ്സ് നടക്കുന്നത് നോക്കാം കപ്പാസിറ്റർ. ഓക്കെ, അപ്പൊ ഡ്യൂറിങ് ഈ സൈക്കിളിൽ ഇവിടെ 0 to VM വരെ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാണ്. ഓക്കെ, 0 to മാക്സിമം വാല്യൂ, അതായത് ഇതാണ് നമ്മുടെ ഒരു സൈക്കിൾ വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടുന്ന് 0 മാക്സിമം വാല്യൂ VM എന്ന് പറയുന്ന വാല്യൂ വരേക്കും വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പം കപ്പാസിറ്റർ ചാർജ് ചെയ്യും. ഓക്കെ, കപ്പാസിറ്റർ ഈ സർക്യൂട്ട് റെക്ടിഫയർ ഇതിലേക്ക് കണക്ട് ചെയ്താണ്. അപ്പോൾ കപ്പാസിറ്ററിലൂടെ ചാർജ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിന് അക്രോസ് വോൾട്ടേജ് വന്നു, കപ്പാസിറ്ററിലൂടെ കറണ്ട് ഫ്ലോ ചെയ്തു, കപ്പാസിറ്റർ ഇങ്ങനെ ചാർജ് ചെയ്തു, വോൾട്ടേജ് എത്തും. ഓക്കെ, സോ മാക്സിമം വോൾട്ടേജ് എത്തി. ഇനി അത് കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? ഈ വോൾട്ടേജ് ഡിക്രീസ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ വോൾട്ടേജ് ഡിക്രീസ് ചെയ്യുമ്പം കപ്പാസിറ്റർ എന്ത് ചെയ്യും? കപ്പാസിറ്റർ ഓൾറെഡി ചാർജ് ചെയ്ത് ഇതിന് അക്രോസ് വോൾട്ടേജ് മാക്സിമം വോൾട്ടേജ് ആയിട്ടുണ്ട്. ഓക്കെ, സോ ആ വോൾട്ടേജ് എത്തിക്കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇനി ഈ വോൾട്ടേജ് മാഗ്നിറ്റ്യൂഡ് ഇവിടെ ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? കപ്പാസിറ്റർ ആ ചേഞ്ചിനെ അലോ ചെയ്യില്ല. അപ്പോൾ ഈ കപ്പാസിറ്റർ എന്താ ചെയ്യുന്നത്? ഈ വോൾട്ടേജ് ഡിക്രീസ് ചെയ്യുമ്പോൾ കപ്പാസിറ്റർ ത്രൂ ദിസ് റെസിസ്റ്റർ ഡിസ്ചാർജ് ചെയ്യും. ഓക്കെ, അപ്പോൾ 0 to VM വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഹാഫ് സൈക്കിളിൽ ഈ പകുതി ടൈമിൽ കപ്പാസിറ്റർ എന്ത് ചെയ്യും? ഈ ഒരു ടൈമിൽ കപ്പാസിറ്റർ ചാർജ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ ചാർജിങ് ആണ് നടക്കുന്നത്. ഓക്കെ, 0 to VM വാല്യൂ വരേക്കും കപ്പാസിറ്റർ ചാർജ് ചെയ്ത് അതിന് അക്രോസ് ഒരു മാക്സിമം വോൾട്ടേജ് ആയി. ഇനി ഈ വോൾട്ടേജ് ഇവിടുന്ന് ഡിക്രീസ് ചെയ്യുമ്പോൾ, അതായത് ഈ റെക്ടിഫയറിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഇവിടുന്ന് ഇങ്ങനെ ഡിക്രീസ് ചെയ്യുമ്പോൾ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യും ത്രൂ ദിസ് റെസിസ്റ്റർ RN. ഓക്കെ, ഈ റെസിസ്റ്റർ വഴി കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്തിട്ട് ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് കുറയും. അപ്പൊ ആ റെസിസ്റ്റർ ഡിസ്ചാർജ് ചെയ്യുന്നത് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്ന റെസിസ്റ്ററിന്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ എന്താണ്? വോൾട്ടേജ് കുറയും. ഓക്കെ, സോ വോൾട്ടേജ് കുറയാന്ന് വെച്ചാൽ കപ്പാസിറ്റർ ആ ചേഞ്ച് ഇൻ വോൾട്ടേജിനെ അലോ ചെയ്യില്ല. സോ അതുകൊണ്ട് തന്നെ എന്താണ്, ഈ VM എന്ന് പറയുന്ന വാല്യൂ ഒന്ന് ചെറിയൊരു വോൾട്ടേജ് ആയിട്ടേ കുറയുള്ളൂ, അതായത് ഇവിടെ എത്തുള്ളൂ. ഓക്കെ, അപ്പോഴത്തേക്കും എന്താവും? ആ ടൈം കൊണ്ട് അഗെയിൻ അടുത്ത സൈക്കിൾ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അതായത് ഇത് നോക്കുക, അത് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന എന്താണ്? ഈ ഒരു വോൾട്ടേജ് റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ ഒരു വോൾട്ടേജ് ആണ് കപ്പാസിറ്ററിന് അക്രോസ് വരുന്നത്. ഓക്കെ, അത് റെക്ടിഫയർ D1 D4 കണ്ടക്ട് ചെയ്ത് നമ്മൾ റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് നോക്കിയതാണ്. ഈ ഒരു വോൾട്ടേജ് ആണ് കപ്പാസിറ്ററിന് അക്രോസ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കപ്പാസിറ്ററിന് അക്രോസ് അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യത്തെ ഇത് ഇവിടുന്ന് ഇപ്പുറത്തും ഉണ്ടാവും സൈക്കിൾ. ഓക്കെ, സോ ഈ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ, അതായത് ഇവിടുന്ന് 0 to VM വരെ ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്ക് എന്താവും? കപ്പാസിറ്റർ ഇവിടുന്ന് ചാർജ് ചെയ്ത് ഇവിടുന്ന് ഇവിടെ വരെ എത്തി. ഓക്കെ, അപ്പൊ ഈ ഡോട്ടഡ് കാണിച്ചിരിക്കുന്നത് റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് ആണ്, ഈ പോസിറ്റീവ് വേരിയിങ് DC കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടുന്ന് ഇവിടത്തേക്ക് വരെ ചാർജ് ചെയ്തെത്തി. ഇനി ഇവിടെ എത്തുമ്പോഴെന്താണ്? ഇനി ഈ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ഡിക്രീസ് ചെയ്യാണ്. VM വോൾട്ടേജ് ഡിക്രീസ് ചെയ്യും. അപ്പോൾ വോൾട്ടേജ് ഇങ്ങോട്ടേക്ക് ഡിക്രീസ് ചെയ്യുമ്പം കപ്പാസിറ്റർ റെസിസ്റ്റർ വഴി ഡിസ്ചാർജ് ചെയ്യാണ്. പക്ഷെ ഈ വോൾട്ടേജ് ഇത്രത്തോളം മാക്സിമത്തുനിന്ന് 0 വരെ പെട്ടെന്ന് ഡിക്രീസ് ചെയ്യും. പക്ഷേ എങ്കിൽ എന്താണ്? കപ്പാസിറ്ററിന്റെ പ്രോപ്പർട്ടി കാരണം കപ്പാസിറ്റർ ഈ ചേഞ്ച് ഇൻ വോൾട്ടേജിനെ അലോ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ സ്ലോ ആയിട്ടാണ് ഡിസ്ചാർജ് ചെയ്യും. ഓക്കെ, സോ റെസിസ്റ്റർ വഴി സ്ലോ ആയിട്ട് ഡിസ്ചാർജ് ചെയ്യുമ്പോഴെന്താവും? ഇത് ഇങ്ങനെ കുറേ ടൈം എടുക്കും ഇവിടുന്ന് വോൾട്ടേജ് കുറഞ്ഞ് ഇത്രയും എത്താം. അപ്പോഴത്തേക്ക് എന്താവും? റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് ഇവിടെ 0 ആയിട്ട് അഗെയിൻ ഇൻക്രീസ് ചെയ്ത് ഇവിടെ എത്തിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ആദ്യം എന്താണ്? ഇവിടുന്ന് വോൾട്ടേജ് അഗെയിൻ ഇൻക്രീസ് ചെയ്യല്ലേ ചെയ്യുന്നത് റെക്ടിഫയറിന്റെ. അപ്പൊ അഗെയിൻ എന്താവും? കപ്പാസിറ്റർ ഇവിടുന്ന് ചാർജ് ചെയ്ത് ഇവിടത്തേക്ക് എത്തും. ഓക്കെ, സോ ചാർജ് ചെയ്ത് ഇവിടെ എത്തുമ്പോഴത്തേക്കും പിന്നെ എന്താണ്? കപ്പാസിറ്ററിന്റെ റെക്ടിഫയറിന്റെ വോൾട്ടേജ് ഡിക്രീസ് ചെയ്യണം. സോ വോൾട്ടേജ് ഡിക്രീസ് ചെയ്യുമ്പോൾ കപ്പാസിറ്റർ സ്ലോലി ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും. സോ റെസിസ്റ്റർ വഴി കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യാൻ ടൈം എടുക്കും. ഓക്കെ, സോ റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് ഇവിടെ 0 എത്തിക്കഴിഞ്ഞാലും കപ്പാസിറ്റർ സ്ലോ ആയിട്ടേ ഡിസ്ചാർജ് ആവുള്ളൂ ത്രൂ റെസിസ്റ്റർ. ഓക്കെ, സോ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്ത് ഈ ഒരു വോൾട്ടേജ് എത്തുമ്പോഴത്തേക്കും അഗെയിൻ റെക്ടിഫയർ ഔട്ട്പുട്ട് എന്താവും? ഇത് 0 ആയിട്ട് അഗെയിൻ ഇൻക്രീസ് ചെയ്ത് ഇവിടെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ പിന്നെ ഇൻക്രീസ് ചെയ്യല്ലേ ചെയ്യുന്നത് വോൾട്ടേജ് റെക്ടിഫയറിന്റെ. സോ കപ്പാസിറ്റർ അഗെയിൻ എന്താവും? ചാർജ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു വോൾട്ടേജ് റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് ഈ ഒരു വോൾട്ടേജ് ആണെങ്കിലും കപ്പാസിറ്ററിന് അക്രോസ് കിട്ടുന്നത് എന്തായിരിക്കും? ഈ ഡോട്ടഡ് ഉണ്ടാവില്ല, അതായത് റിപ്പിൾസ് കുറഞ്ഞിട്ട്, അതായത് ഈ ഒരു
ഈ രീതിയിലാണ് നമുക്ക് എന്ത് കിട്ടുക, ഫിൽട്ടറിന്റെ ഔട്ട്പുട്ട് കിട്ടുക. ഓക്കെ, അതായത് ഇവിടെ മേളിലത്തെ പാർട്ടിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു പോർഷൻ മാത്രമാണ് എന്ത് കിട്ടുന്നത്, കപ്പാസിറ്ററിന്റെ ഔട്ട്പുട്ടായിട്ട് വരുന്നത്. ഓക്കെ, സോ ഇതാണ് ഫിൽട്ടറിന്റെ ഫംഗ്ഷൻ. അതായത് നമുക്ക് ഇത്രയും വേരിയബിൾ 0 ടു മാക്സിമം, ദെൻ മാക്സിമം ടു 0, ഈ രീതിയിൽ വേരി ചെയ്തിരിക്കുന്ന ഒരു വോൾട്ടേജ് ആയിരുന്നു. സോ ആ വേരിയേഷൻ, അതായത് ആ ഒരു ഡി സിയിലുള്ള വേരിയേഷന് ഡിക്രീസ് ചെയ്തിട്ട് വോൾട്ടേജ് എന്താക്കി, ഈ ഒരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് വന്നു. ഓക്കെ, സോ അതാണ് ഫിൽട്ടറിന്റെ ഫംഗ്ഷൻ. സോ അതാണ് കപ്പാസിറ്റർ ഫിൽട്ടർ, അങ്ങനെ ആ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, എന്നിവിടെ നോക്കുക, അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. When the rectifier output is increases to maximum value Vm, the capacitor charges to Vm. Okay, റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് 0 മാക്സിമം വാല്യൂയിലേക്ക് എത്തുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, കപ്പാസിറ്റർ മാക്സിമം വാല്യൂയിലേക്ക് ചാർജ് ചെയ്യും. When the rectifier output is decreased from maximum value, the capacitor starts to discharge through resistor RL. ഓക്കെ, ലോഡ് വഴി കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യും. ഓക്കെ, സോ ഇതാണ്, ഈ രീതിയിലാണ് കപ്പാസിറ്റർ ഫിൽട്ടർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സി ഡയഗ്രാം വരച്ചെടുക്കുക കപ്പാസിറ്റർ ഫിൽട്ടറിന്റെ. ഇവിടെ ഒരു ഇലക്ട്രോലിറ്റിക് കപ്പാസിറ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇലക്ട്രോലിറ്റിക് കപ്പാസിറ്ററിന്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞപ്പോഴും പറഞ്ഞിരുന്നു, ചാർജ് ഉള്ള കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഇലക്ട്രോലിറ്റിക് കപ്പാസിറ്റർ ആണ്. സോ ഇലക്ട്രോലിറ്റിക് കപ്പാസിറ്ററിന്റെ കേസിൽ പ്ലസ് മൈനസ് സൈൻ ഉണ്ടാവും, രണ്ടും പാരലൽ ആയിരിക്കില്ല, ഒരു സൈഡ് ഒരു ചെറിയ രീതിയിൽ ബെൻഡ് ചെയ്തിട്ടാണ് കപ്പാസിറ്റർ റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, സോ ദ AC ഇൻപുട്ട് ഈസ് ഗിവൺ ടു റെക്ടിഫയർ, ദെൻ റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് ആണ് കപ്പാസിറ്റർ ഫിൽട്ടറിലേക്ക് കൊടുക്കുന്നത്. സോ ഈ കപ്പാസിറ്റർ ലോഡിന് പാരലൽ ആയിട്ട് ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്നു. സോ അതിനെയാണ് കപ്പാസിറ്റർ ഫിൽട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ കപ്പാസിറ്ററിന്റെ പ്രോപ്പർട്ടി വോണ്ട് അലൗ സഡൻ ചേഞ്ച് ഇൻ വോൾട്ടേജ്. ഓക്കെ, സോ റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കിട്ടുന്നത് വേരിയിങ് DC ആണ്. സോ ആ വേരിയിങ് DC ഈ കപ്പാസിറ്ററിന് അക്രോസ് അപ്ലൈ ചെയ്യാണ്. സോ വേരിയിങ് DC വാല്യൂ 0 ടു മാക്സിമം ആവുന്ന ടൈമിൽ കപ്പാസിറ്റർ ചാർജ് ചെയ്യും. ദെൻ മാക്സിമം ടു 0 ആവുന്ന സമയത്ത് കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യും. പക്ഷെ ഡിസ്ചാർജ് ചെയ്ത് വാല്യൂ 0 ആവില്ല, ഡിസ്ചാർജ് ചെയ്യാൻ ടൈം എടുക്കും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് കപ്പാസിറ്ററിന് അക്രോസ് ഈ രീതിയിൽ വോൾട്ടേജ് കിട്ടും. ഓക്കെ, സോ കപ്പാസിറ്ററിൽ കണക്ട് ചെയ്ത് കാരണം എന്താണ്, റിപ്പിൾസ് ഡിക്രീസ് ചെയ്യും. ഓക്കെ, സോ ഇതാണ് കപ്പാസിറ്റർ ഫിൽട്ടറിന്റെ ഫംഗ്ഷൻ. സോ ഇത് ക്ലിയർ ആണല്ലോ. ഓരോന്ന് നോട്ട് എഴുതി പോകട്ടോ, അപ്പൊ തന്നെ എഴുതി വെക്കാം. filters, output of rectifier contains DC components as well as AC components. Okay, so filters are used to remove AC component from rectifier. അതായത് rectifier output എന്ന AC component റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സർക്യൂട്ട്സ് ആണ് ഫിൽട്ടർ സർക്യൂട്ട്സ്. സോ മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫിൽട്ടേഴ്സ് ആണ് കപ്പാസിറ്റർ ഫിൽട്ടർ, LC ഫിൽട്ടർ ആൻഡ് പൈ ഫിൽട്ടർ. ഓക്കെ, സോ കപ്പാസിറ്റർ ഫിൽട്ടറിൽ അതിന്റെ പ്രോപ്പർട്ടി, കപ്പാസിറ്റർ ഓപ്പോസസ് എനി ചേഞ്ച് ഇൻ വോൾട്ടേജ് അക്രോസ്, വോൾട്ടേജ് വേരിയേഷനെ ഓപ്പോസ് ചെയ്യും. വോൾട്ടേജ് മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്ന ആ ചേഞ്ചിനെ ഓപ്പോസ് ചെയ്യും. സോ ആ ഒരു പ്രോപ്പർട്ടിയാണ് കപ്പാസിറ്റർ ഫിൽട്ടറിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ റെക്ടിഫയർ ഇൻപുട്ട് 0 ടു മാക്സിമം വാല്യൂ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് കപ്പാസിറ്റർ ചാർജ് ചെയ്യും. പിന്നെ റെക്ടിഫയർ ഔട്ട്പുട്ട് ഡിക്രീസസ് ഫ്രം മാക്സിമം വാല്യൂ, കപ്പാസിറ്റർ ഏത് ചെയ്യും, റെസിസ്റ്ററിലൂടെ ഡിസ്ചാർജ് ചെയ്യും. ഓക്കെ, സോ ഇതാണ് ഫിൽട്ടർ സർക്യൂട്ട്. ഒന്നുമില്ല, ഒരു സിംപിളി ഒരു കപ്പാസിറ്റർ കണക്റ്റഡ് അക്രോസ് ലോഡ്. ഓക്കെ, ഇതാണ് RL എന്ന് പറയുന്ന ലോഡിന് അക്രോസ് പാരലൽ ആയിട്ട് ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത്. സോ അതാണ് കപ്പാസിറ്റർ ഫിൽട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്ചാർജ് ചെയ്യുന്ന എവിടെയാണ്, ത്രൂ ദിസ് റെസിസ്റ്റർ RL. ഓക്കെ, സോ ഈ റെസിസ്റ്ററിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, ഈ ഡിസ്ചാർജ് ചെയ്യുന്ന ടൈം കൂട്ടാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിനനുസരിച്ചിട്ട് നമുക്ക് ഇതിന്റെ മാഗ്നിറ്റ്യൂഡിലുള്ള റിപ്പിൾസ് കുറക്കാനും പറ്റും. ഓക്കെ, സോ റിപ്പിൾസിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യണമെങ്കിൽ, കുറവാക്കണമെങ്കിൽ ഇത് എന്ത് പറയും, റെസിസ്റ്ററിന്റെ വാല്യൂ വേരി ചെയ്ത് കഴിഞ്ഞാൽ റെസിസ്റ്ററിന്റെയും കപ്പാസിറ്ററിന്റെയും വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ആ ഡിസ്ചാർജിങ് ടൈം വരുന്നത്. ഓക്കെ, സോ അതിനനുസരിച്ച് റിപ്പിൾസ് ചേഞ്ച് ചെയ്യാനും പറ്റും. സോ ഇതാണ് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വേവ് ഫോം വരിക. അപ്പൊ ഇതില് ഈ ഡോട്ടഡ് ഇല്ല, കപ്പാസിറ്ററിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നതായിരിക്കും ഈ ഡാർക്കൺ ചെയ്തിരിക്കുന്ന ലൈൻ. ഈ മാഗ്നിറ്റ്യൂഡ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന കപ്പാസിറ്റർ ഫിൽട്ടറിന്റെ
ഔട്ട്പുട്ടിൽ കിട്ടുന്ന വേവ് ഫോം. ഓക്കെ, സോ പൾസേറ്റിംഗ് ഡി സി, ഈ ഒരു പൾസേറ്റിംഗ് ഡി സി ആണ് കപ്പാസിറ്ററിന്റെ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത്. പക്ഷെ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുക കപ്പാസിറ്ററിന് അക്രോസ് ഈ ഒരു പ്യുവർ ഡി സി അല്ല. ഇവൻ ദോ ഇതിന് ചെറിയ ചെറിയ റിപ്പിൾസ് ഉണ്ടാവും, പക്ഷെ ഇതിന്റെ അത്രയും റിപ്പിൾസ് വരില്ല. ഓക്കെ, ശരി, നെക്സ്റ്റ് ടോപ്പിക്. അതായത് നമ്മളിപ്പം ഡി സി സപ്ലൈ ആണ് നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഡി സി സപ്ലൈയിൽ റെക്ടിഫയർ സർക്യൂട്ട് നോക്കി, ദെൻ ഫിൽട്ടർ സർക്യൂട്ട്. സോ അത് കഴിഞ്ഞാൽ എന്താണ്, ഫിൽറ്ററിന്റെ ഔട്ട്പുട്ട് ഈ ഒരു രീതിയിലാണ് ഫിൽറ്റർ ഔട്ട്പുട്ട്. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് ഇൻപുട്ട് സൈഡിൽ എ സി ആയിരുന്നു, ദെൻ ട്രാൻസ്ഫോമറിലേക്ക് കൊടുത്തു, ആ എ സിന്റെ മാഗ്നിറ്റ്യൂഡ് ഡിക്രീസ് ചെയ്തു, ദെൻ ഫിൽറ്റർ സർക്യൂട്ട് റെക്ടിഫയറിലേക്ക് കൊടുത്തു, റെക്ടിഫയർ കൺവേർട്ട്സ് എ സി ടു ഡി സി, ഡി സി ആയി കൺവേർട്ട് ചെയ്തു. ദെൻ ഈ ഡി സിയിലെ എ സി കമ്പോണൻസിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറ്റ് ഈസ് പാസ് ത്രൂ ഫിൽട്ടർ, അതായത് കപ്പാസിറ്റർ ഫിൽറ്ററിലൂടെ പാസ് ചെയ്തു. ദെൻ ഫിൽറ്ററിന്റെ ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുന്ന എന്താണ്, ഡി സി ആണ്, ബട്ട് ഇറ്റ് കണ്ടെയ്ൻ സം റിപ്പിൾസ്. ഓക്കെ, കുറച്ച് എ സി കമ്പോണന്റ് കൂടി ഇതിൽ വരുന്നുണ്ട്. ദെൻ ഈ ഒരു എ സി കമ്പോണന്റിനെയും കൂടെ എലിമിനേറ്റ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, റെഗുലേറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അക്രോസ് ആ റെഗുലേറ്ററിന്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഒരു കോൺസ്റ്റന്റ് ഡി സി വാല്യൂ ആയിരിക്കും. അതായത് റിപ്പിൾസ് ഒന്നും വരില്ല. ഇവിടെ നിങ്ങൾ നോക്കുക, വേവ് ഫോം റെഗുലേറ്ററിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ഡി സി വാല്യൂ ആയിരിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് കമ്പോണന്റ് നമ്മൾ നോക്കുക, റെഗുലേറ്റർ. എങ്ങനെയാണ് റെഗുലേറ്റർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ്, ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ പവർ സപ്ലൈ പറയുമ്പോൾ പറഞ്ഞിരുന്നു, മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റെഗുലേറ്റേഴ്സ് എന്തൊക്കെയായിരുന്നു, സെനർ വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ദെൻ ട്രാൻസിസ്റ്റർ സീരീസ് റെഗുലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ദെൻ ഐസീസ്, അതായത് 7805 എന്ന് പറഞ്ഞ ഐസീസ് ഉണ്ട്. ഓക്കെ, സോ ഐസീസ് റെഗുലേറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സോ അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള റെഗുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ റെഗുലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഗിവ് കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് അക്രോസ് ഇറ്റ്സ് ടെർമിനൽസ് ഇറസ്പെക്റ്റീവ് ഓഫ് ദി ലോഡ് കണക്റ്റഡ്. അതായത് ഇവിടെ എന്ത് ലോഡ് കണക്ട് ചെയ്തെന്ന് നോക്കില്ല, ഇവിടെ ഏത് ലോഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഔട്ട്പുട്ടിൽ ഏത് ലോഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞാലും ഈ റെഗുലേറ്ററിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. ഇപ്പൊ IC 7805 നോക്കുകയാണെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു 5 വോൾട്ട് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ റെസിസ്റ്റർ 1 ഓം കണക്ട് ചെയ്താലും 2 ഓം കണക്ട് ചെയ്താലും 1 കിലോ ഓം കണക്ട് ചെയ്ത് കഴിഞ്ഞാലും ഈ റെഗുലേറ്ററിന്റെ ഔട്ട്പുട്ട് നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ ഇപ്പൊ 5 വോൾട്ട് തന്നെ ആയിരിക്കും. അതാണ് റെഗുലേറ്റർ എന്ന് മീൻ ചെയ്യുന്നത്. ഓക്കെ, it maintains a constant output DC voltage irrespective of the variation in load current at the output. ഓക്കെ, സോ ഇവിടെ ലോഡ് കറണ്ട്, അതായത് റെസിസ്റ്റർ വേരി ചെയ്യാൻ മീൻസ് അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് വേരി ചെയ്യും. ഓക്കെ, അപ്പൊ ലോഡ് എത്ര തന്നെ വേരി ചെയ്താലും ഈ റെഗുലേറ്ററിന്റെ ഔട്ട്പുട്ട് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. അപ്പൊ അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സെനർ വോൾട്ടേജ് റെഗുലേറ്റർ, അതായത് ZDNER. ഓക്കെ, സെനർ വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ട്രാൻസിസ്റ്റർ സീരീസ് റെഗുലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ദെൻ ചില ഐസികൾ 7805 7810 എന്ന് പറഞ്ഞിട്ട് പലതരം ഐസികൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓരോ ഐസികളും ഓരോ പർട്ടിക്കുലർ വോൾട്ടേജ് ആയിരിക്കും. അതായത് 5 വോൾട്ടിന് കിട്ടാൻ യൂസ് ചെയ്യുന്ന ഐസി ആയിരിക്കില്ല 10 വോൾട്ട് കിട്ടാൻ യൂസ് ചെയ്യുക. ആ രീതിയിലാണ് നമ്മൾ റെഗുലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് സെനർ വോൾട്ടേജ് റെഗുലേറ്റർ ആണ്, വർക്കിംഗ് ഓഫ് സെനർ വോൾട്ടേജ് റെഗുലേറ്റർ. Zener voltage regulator. So Zener voltage regulators is used to maintain a constant output voltage at the load terminal. Okay, so ഏതൊരു വോൾട്ടേജ് റെഗുലേറ്റർ ആയി കഴിഞ്ഞാലും അതിന്റെ യൂസ് എന്ന് പറയുന്നത് വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് ആർ യൂസ്ഡ് ടു മെയിൻറ്റെയിൻ എ കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് അറ്റ് ദി ലോഡ് ടെർമിനൽ. ഓക്കെ, സോ ലോഡ് ടെർമിനൽ അക്രോസ് ഒരു കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ സെനർ വോൾട്ടേജ് റെഗുലേറ്റർ മീൻസ് വി ആർ യൂസിങ് എ ഡയോഡ് നോൺ ആസ് സെനർ ഡയോഡ്. ഓക്കെ, സോ നമ്മൾ നോർമൽ ഡയോഡ് പഠിച്ചിരുന്നു. സോ അതിൽ നിന്ന് കുറച്ച് വേരിയേഷൻ വരുന്ന ഒരു ഡയോഡാണ് സെനർ ഡയോഡ്. ഓക്കെ, അപ്പൊ സെനർ ഡയോഡ് യൂസ് ചെയ്തിട്ടുള്ള വോൾട്ടേജ് റെഗുലേറ്റർ സർക്യൂട്ടിനെയാണ് സെനർ വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറയുന്നത്.
ഓക്കെ. ഇപ്പോൾ വോൾട്ടേജ് റെഗുലേറ്ററിന്റെ ഫംഗ്ഷൻ ഇറ്റ് വിൽ മെയിൻറ്റെയിൻ എ കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് വോൾട്ടേജ്. ഓക്കെ, കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ദെൻ ആ സർക്യൂട്ടിൽ സെനർ ഡയോഡ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് സെനർ വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് സെനർ ഡയോഡ്. Okay, so Zener diode means it's a special type of diode designed to operate in the breakdown region. ഇപ്പം നമ്മൾ നോർമൽ ഡയോഡിന്റെ വർക്കിംഗ് പറഞ്ഞിരുന്നു. അപ്പം നോർമൽ ഡയോഡിന്റെ വർക്കിംഗ് പറഞ്ഞ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പ്ലോട്ട് ചെയ്തിരുന്നു. അപ്പം നോർമൽ ഡയോഡ് എങ്ങനെയായിരുന്നു വർക്ക് ചെയ്യുന്നത്? അതിന് രണ്ട് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ഉണ്ട്, ഫോർവേഡ് കണ്ടക്ഷൻ മോഡ് ആൻഡ് റിവേഴ്സ് കണ്ടക്ഷൻ മോഡ്. ഓക്കെ, അതായത് ഒരെണ്ണം ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്, അതുപോലെ റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിൽ ബ്രേക്ക് ഡൗൺ ആയിട്ട് അവിടെ അവലാഞ്ചി ബ്രേക്ക് ഡൗൺ പറഞ്ഞിരുന്നു നോർമൽ ഡയോഡിന്റെ കേസിൽ. ഓക്കെ, ഡ്യൂ ടു അവലാഞ്ചി ബ്രേക്ക് ഡൗൺ കറണ്ട് ഫ്ലോസ് ഇൻ ദി ലാർജ് കറണ്ട് ഫ്ലോസ് ഇൻ റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ. ഓക്കെ, സോ ഈ സെനർ ഡയോഡ് എന്ന് പറയുന്നത് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഡയോഡ് ഡിസൈൻ ടു ഓപ്പറേറ്റ് ഇൻ ബ്രേക്ക് ഡൗൺ റീജിയൻ, അതായത് റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിൽ ബ്രേക്ക് ഡൗൺ റീജിയനിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യലായി ഡിസൈൻ ചെയ്ത ഡയോഡ്സ് ആണ് സെനർ ഡയോഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ സെനർ ഡയോഡ്സ് നോർമലി സർക്യൂട്ടിൽ വർക്ക് ചെയ്യുക റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിലാണ്, അതായത് റിവേഴ്സ് ബ്രേക്ക് ഡൗൺ റീജിയനിലാണ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത ഡയോഡ്സ് ആണ് ഈ സെനർ ഡയോഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ ഡോപ്പിംഗ് ഹെവിലി ഡോപ്ഡ് ആയിരിക്കും. അതായത് നമ്മൾ നോർമൽ ഡയോഡ്സ് പറഞ്ഞിരുന്നു, ഡയോഡ് എന്തായിരുന്നു? ഒരു പി എൻ ജംഗ്ഷൻ. പി എൻ ജംഗ്ഷൻ ആണ് ഡയോഡ് എന്ന് പറയുന്നത്. ഒരു പി ടൈപ്പ് സബ്സ്ട്രേറ്റും അതുപോലെ എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സും. ഓക്കെ, സോ ഒരു പി എൻ ജംഗ്ഷൻ ഇതായിരുന്നു നമ്മുടെ നോർമൽ ഡയോഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ പി എൻ ജംഗ്ഷൻ ഡയോഡിൽ എന്താണ്? ഇവിടെ പി ടൈപ്പ് ഡോപ്ഡ് സെമി കണ്ടക്ടേഴ്സ് ഉണ്ടാവും, ഇവിടെ എൻ ടൈപ്പും ഉണ്ടാവും. ഓക്കെ, സോ ഇവിടെ ഡോപ്പിംഗ് എന്ന് പറയുന്നത് എന്തായിരുന്നു? പ്യുവർ സെമി കണ്ടക്ടേഴ്സിൽ ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്ന പ്രോസസ്സിനാണ് എന്ത് പറയുന്നത്? ഡോപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സും എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സും ഉണ്ട്. സോ പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിൽ എന്തായിരുന്നു? ഹോൾസ് ആണ് ഉണ്ടാവുക, അതുപോലെ എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിൽ ലാർജ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാവും. ഓക്കെ, സോ പി എൻ ജംഗ്ഷൻ ഫോം ചെയ്തിട്ട് ഒരു പി ജംഗ്ഷനും എൻ ജംഗ്ഷനും ജോയിൻ ചെയ്ത് കഴിഞ്ഞാലാണ് ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ് ഫോം ചെയ്യുന്നത്. അപ്പൊ ഇതില് ഡോപ്പിംഗ് നടക്കുന്നുണ്ട്, അതായത് പ്യുവർ സെമി കണ്ടക്ടേഴ്സിൽ ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു പ്രോസസ്സിനാണ് ഡോപ്പിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ സെനർ ഡയോഡിന്റെ കേസിൽ ഹെവിലി ഡോപ്ഡ് ആയിരിക്കും, അതായത് ഡോപ്പിംഗ് എന്ന് പറയുന്നത് കമ്പയർഡ് ടു നോർമൽ ഡയോഡ് ഡോപ്പിംഗ് ഹെവിലി ഡോപ്ഡ് ആയിരിക്കും, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഡയോഡ് ഡിസൈൻ ടു ഓപ്പറേറ്റ് ഇൻ ദി ബ്രേക്ക് ഡൗൺ റീജിയൻ. ബ്രേക്ക് ഡൗൺ റീജിയൻ എന്ന് പറയുമ്പോൾ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ റീജിയനിലാണ് വർക്ക് ചെയ്യുന്നത്. ദെൻ these diodes are heavily doped diodes, heavily doped, and hence depletion region is very thin. എന്തായിരുന്നു ഡിപ്ലീഷൻ റീജിയൻ? നോർമൽ ഡയോഡിന്റെ കേസിൽ നമ്മൾ പഠിച്ചു പി, ഇവിടെ പി ഉണ്ടാവും, ഇവിടെ എൻ ഉണ്ടാവും. ഓക്കെ, നമ്മൾ ഫോർവേഡ് ബയാസ്ഡ് ആണെങ്കിലും റിവേഴ്സ് ബയാസ്ഡ് ആണെങ്കിലും ഇവിടെ ഒരു ഡിപ്ലീഷൻ ലെയർ ഫോം ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ കറണ്ട് കണ്ടക്ഷൻ നടക്കണമെങ്കിൽ എന്ത് വേണം? ഈ ഡിപ്ലീഷൻ റീജിയനിലൂടെ കാരിയേഴ്സ് ഫ്ലോ ചെയ്താൽ മാത്രമേ കറണ്ട് കണ്ടക്ഷൻ നടക്കൂ. അപ്പൊ ഇവിടെ സെനർ ഡയോഡിന്റെ കേസിൽ എന്താണ്? ഹെവിലി ഡോപ്ഡ് ആണ്, അതുകൊണ്ട് തന്നെ ഈ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഭയങ്കര കുറവായിരിക്കും കമ്പയർഡ് ടു നോർമൽ ഡയോഡ്. ഈ ഡിപ്ലീഷൻ റീജിയന് വളരെ ചെറിയ ഡിപ്ലീഷൻ റീജിയൻ ആയിരിക്കും. ഓക്കെ, സോ അതാണ് നോർമൽ ഡയോഡും സെനർ ഡയോഡും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. ഓക്കെ, സോ സെനർ ഡയോഡ് വർക്ക് ചെയ്യുന്നത് റിവേഴ്സ് ബ്രേക്ക് ഡൗൺ റീജിയനിലാണ്, അതുപോലെ ഹെവിലി ഡോപ്ഡ് ആണ്, ഡിപ്ലീഷൻ റീജിയൻ ഈസ് വെരി തിൻ. ഓക്കെ, ഇനി സെനർ ഡയോഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ഒരു ഫോമിലാണ് നമ്മൾ സെനർ ഡയോഡിന്റെ സിമ്പൽ.
ഓക്കെ, നോർമൽ ഡയോഡ് ആകുമ്പോൾ എന്താണ്, ഇവിടെ ഇങ്ങനെ ഉണ്ടാവും, ആനോഡ് ഉണ്ടാവും, ദെൻ കാത്തോഡിൽ ഈ ഒരു രണ്ട് പ്രൊജക്ഷൻ ഇല്ല. ഓക്കെ, മേളിലോട്ടും താഴോട്ടും ഇവിടെ ഒരു പ്രൊജക്ഷൻ വരുന്നുണ്ട്. ഓക്കെ, സോ ഇത് നോട്ട് ചെയ്ത് വെക്കുക, സെനർ ഡയോഡ്. ഓക്കെ, ഇത് ആനോഡും കാത്തോഡും ഇവിടെ നോർമൽ ഡയോഡിൽ പറഞ്ഞതുപോലെ തന്നെ ആനോഡ് ആൻഡ് കാത്തോഡ്. പക്ഷെ സിമ്പിൾ ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട്. നോർമൽ ഡയോഡിൽ ഇത്രയും മാത്രമേ വരുന്നുള്ളൂ. സെനർ ഡയോഡിൽ വരുമ്പോഴത്തേക്ക് മേളിലേക്കും താഴേക്കും ഈ ഒരു ഇതും കൂടെ വരുന്നുണ്ട്. ഓക്കെ, സോ ഈ രീതിയിലാണ് സെനർ ഡയോഡിന്റെ സിമ്പിൾ. ഇതാണ് സെനർ ഡയോഡ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് റിവേഴ്സ് ബ്രേക്ക് ഡൗൺ റീജിയനിൽ സെനർ ഡയോഡ് വർക്ക് ചെയ്യുന്നത്? ഓക്കെ, സോ അത് പറയുമ്പോൾ നോർമൽ ഡയോഡിന്റെ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ പറഞ്ഞിരുന്നു, ദാറ്റ് ഈസ് അവലാഞ്ചി ബ്രേക്ക് ഡൗൺ. ഓക്കെ, ഓർമ്മയുണ്ടോ? നോർമൽ ഡയോഡിന്റെ കേസിൽ റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ എന്തായിരുന്നു നടക്കുന്നത്? റിവേഴ്സ് ബയാസ്ഡ് മീൻസ് ആനോഡ് ഈസ് കണക്റ്റഡ് ടു, ആനോഡ് എവിടെയാണ് കണക്ട് ചെയ്യുന്നത്? റിവേഴ്സ് ബയാസ്ഡ് മീൻസ് ആനോഡ് ഈസ് കണക്റ്റഡ് ടു നെഗറ്റീവ് സൈഡ് ആൻഡ് കാത്തോഡ് ഈസ് കണക്റ്റഡ് ടു പോസിറ്റീവ് സൈഡ്. ഓക്കെ, സോ ഇതാണ് നോർമൽ ഡയോഡ്. സോ നോർമൽ ഡയോഡിൽ റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിൽ എന്താണ് സംഭവിക്കുന്നത്? റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിൽ ഇതാണ് അവലാഞ്ചി ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്. നോർമൽ ഡയോഡിൽ നടക്കുന്ന ബ്രേക്ക് ഡൗൺ ആണ് അവലാഞ്ചി ബ്രേക്ക് ഡൗൺ. ഓക്കെ, സോ വെൻ റിവേഴ്സ് വോൾട്ടേജ് ഇസ് ഇൻക്രീസ്, റിവേഴ്സ് കറന്റ് ഇൻക്രീസസ് ഷാർപ്ലി. ഇത് നമ്മൾ റിവേഴ്സ് ബയാസ് ക്യാരി എല്ലാം പ്ലോട്ട് ചെയ്താണ്. ഓക്കെ, സോ അപ്ലൈഡ് വോൾട്ടേജ് ആക്സിലറേറ്റ്സ് ദി മൈനോറിറ്റി കാരിയേഴ്സ്. They attain sufficient kinetic energy and collide with covalent bonds in the crystal. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് നോർമൽ ഡയോഡിൽ റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിൽ ബ്രേക്ക് ഡൗൺ നടക്കുന്നത്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് നോർമൽ ഡയോഡ് പറയുന്ന കേസിൽ അവലാഞ്ചി ബ്രേക്ക് ഡൗൺ. ഓക്കെ, സോ നോർമൽ ഡയോഡിന്റെ കേസിൽ റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിൽ, അതായത് റിവേഴ്സ് ബയാസ്ഡ് മീൻസ് ആനോഡ് ഈസ് കണക്റ്റഡ് ടു നെഗറ്റീവ് ആൻഡ് കാത്തോഡ് ഈസ് കണക്റ്റഡ് ടു പോസിറ്റീവ്. സോ ആ കണ്ടീഷനിൽ അവിടെ എന്താ സംഭവിക്കുന്നത്? റിവേഴ്സ് വോൾട്ടേജ് ഒരു പെർട്ടിക്കുലർ വോൾട്ടേജിനേക്കാളും ഹൈ വാല്യൂ ആയി കഴിഞ്ഞാൽ ഹൈ റിവേഴ്സ് കറണ്ട് അവിടെ ഫ്ലോ ചെയ്യും. ഓക്കെ, സോ നമ്മൾ കാര പ്ലോട്ട് ചെയ്താണ് റിവേഴ്സ് ഡയറക്ഷനിൽ ഒരു നെഗറ്റീവ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പം ഒരു ഹെവി കറണ്ട് അതിലൂടെ ഡയോഡിലൂടെ റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിൽ ഫ്ലോ ചെയ്യും. സോ എങ്ങനെയാണ് അവിടെ റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിൽ ഹൈ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്? അതായത് അപ്ലൈഡ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഈ അപ്ലൈഡ് വോൾട്ടേജ് കാരണം അവിടുത്തെ മൈനോറിറ്റി കാരിയേഴ്സ് എന്ത് ചെയ്യും? അതിന് സ്പീഡപ്പ് ചെയ്യും. ഓക്കെ, സോ ഈ മൈനോറിറ്റി കാരിയേഴ്സിന്റെ കൈനറ്റിക് എനർജി കാരണം, അതായത് മൈനോറിറ്റി കാരിയേഴ്സ് വേറെ കോവാലന്റ് ബോണ്ടിലേക്ക് കൊളൈഡ് ചെയ്തിട്ട് അവിടെ പിന്നെയും ഇലക്ട്രോൺസ് ഫോം ചെയ്യും. സോ അതൊരു ക്യുമുലേറ്റീവ് പ്രോസസ് ആയിട്ട് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻക്രീസ് ചെയ്യും. അങ്ങനെയാണ് അവിടെ ഹൈ കറണ്ട് ഫ്ലോ ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിൽ, അതായത് ഒരു ഹൈ വോൾട്ടേജ് അവിടെ അപ്ലൈ ചെയ്യുമ്പോൾ അവിടുത്തെ മൈനോറിറ്റി കാരിയേഴ്സിന് സ്പീഡപ്പ് ചെയ്തിട്ട് ആ മൈനോറിറ്റി കാരിയേഴ്സ് അഗെയിൻ കോവാലന്റ് ബോണ്ടിനെ ബ്രേക്ക് ചെയ്തിട്ട് അവിടെ പിന്നെയും ഇലക്ട്രോൺസ് ഫോം ചെയ്ത് ആ ഒരു ക്യുമുലേറ്റീവ് പ്രോസസ്സ് കാരണമാണ് അവിടെ എന്ത് ചെയ്യുന്നത്? റിവേഴ്സ് ബ്രേക്ക് ഡൗൺ നടക്കുന്നത്. അതാണ് അവലാഞ്ചി ബ്രേക്ക് ഡൗൺ നോർമൽ ഡയോഡിന്റെ കേസിൽ. ഓക്കെ, സോ അത് ഓൾറെഡി നമ്മൾ റിവേഴ്സ് ബയാസ്ഡ്, അതായത് ഡയോഡ് കാര, നോർമൽ ഡയോഡിന്റെ ഡയോഡ് കാര പറയുമ്പോൾ ഡിസ്കസ് ചെയ്തതാണ് അവലാഞ്ചി ബ്രേക്ക് ഡൗൺ. ഓക്കെ, ഇനി ഇവിടെ എന്താണ് നമുക്ക് നോക്കുന്നത്? സെനർ ഡയോഡാണ്. ഓക്കെ, സോ സെനർ ഡയോഡിന്റെ കേസിൽ ഇവിടെ നടക്കുന്ന ബ്രേക്ക് ഡൗൺ ആണെന്ന് പറയാം സെനർ ബ്രേക്ക് ഡൗൺ എന്ന് പറയാം. അതായത് റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിൽ സെനർ ഡയോഡിൽ ഒക്കെ ചെയ്യുന്ന ബ്രേക്ക് ഡൗണിനാണ് സെനർ ബ്രേക്ക് ഡൗൺ എന്ന് പറയാം. ഇതിപ്പോഴും ഞാൻ അവലാഞ്ചി പറയാൻ കാരണം ഇത് രണ്ടും തമ്മിൽ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവണം. ഓക്കെ, സോ എക്സാമിന് കമ്പയർ അവലാഞ്ചി ബ്രേക്ക് ഡൗൺ ആൻഡ് സെനർ ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, സോ അവലാഞ്ചി ബ്രേക്ക് ഡൗൺ ഒക്കർ ചെയ്യുന്നത് എവിടെയാണ്? നോർമൽ ഡയോഡ്സിന്റെ കേസിലാണ് അവലാഞ്ചി ബ്രേക്ക് ഡൗൺ ഒക്കർ ചെയ്യുന്നത്. നോർമൽ ഡയോഡ്സ് റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിലായിരിക്കുന്ന കേസിൽ അവിടുത്തെ മൈനോറിറ്റി കാരിയേഴ്സിന്റെ വെലോസിറ്റി ആക്സിലറേറ്റ് ചെയ്യുന്ന കാരണം ആ മൈനോറിറ്റി കാരിയേഴ്സ് കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് മോർ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. ദെൻ അതൊരു ക്യുമുലേറ്റീവ് പ്രോസസ് ആയിട്ട്, അതായത് ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രോൺസ് അഗെയിൻ കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യും. അങ്ങനെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കൂടും. It will be a cumulative process. Thus, high current flows through the diode during reverse biased condition. Okay, so അതാണ് അവിടെ അവലാഞ്ചി ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ തന്നെ എന്ത് സംഭവിക്കും? സെനർ ഡയോഡ്. ഓക്കെ, സോ സെനർ ഡയോഡിന്റെ കേസിൽ എന്താണ്? ഹെവിലി ഡോപ്ഡ് ഡയോഡാണ്. ഓൾറെഡി ഹെവിലി ഡോപ്ഡ് മീൻസ് എന്തായിരിക്കും? അവിടെ
ഇലക്ട്രോൺസും ഹോൾസും കമ്പയർഡ് ടു നോർമൽ ഡയോഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ ഹെവിലി ഡോപ്ഡ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് കൂടുതലായിരിക്കും. സോ അതാണ് ഹെവിലി ഡോപ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിന്റെ കേസിൽ റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ, അപ്പൊ റിവേഴ്സ് ബയാസ് എന്ന് പറയുമ്പോൾ നോർമൽ ഡയോഡിനെ പോലെ തന്നെ ആനോഡിന് അക്രോസ് നെഗറ്റീവ് വോൾട്ടേജും കാത്തോഡിന് അക്രോസ് പോസിറ്റീവ് സപ്ലൈയും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടെയും ഈ കേസിൽ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ സംഭവിക്കും. ഓക്കെ, സോ എങ്ങനെയാണ് സെനർ ഡയോഡിൽ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ നടക്കുന്നത്? ഓക്കെ, സോ സെനർ ഡയോഡിൽ നോർമൽ ഡയോഡിന്റെ കേസിൽ നമുക്കൊരു ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യണം. ഓക്കെ, സോ സെനർ ഡയോഡിന്റെ കേസിൽ എന്താണ്, ഇവിടെ ഹെവിലി ഡോപ്ഡ് ആയതുകൊണ്ട് റിവേഴ്സ് ബയാസിൽ ചെറിയൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നോർമൽ ഡയോഡിന്റെ അത്രയും വേണ്ട. ഓക്കെ, സോ അതിനേക്കാളും ചെറിയ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ സെനർ ഡയോഡിന്റെ കേസിൽ റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിൽ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ നടക്കും. ഓക്കെ, so when the reverse voltage across it is increased, the electric field across the junction become very high. Okay, highly doped ആയതുകൊണ്ട് തന്നെ റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിൽ റിവേഴ്സ് വോൾട്ടേജ് ചെറുതായിട്ടൊന്ന് ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ, ഇലക്ട്രിക് ഫീൽഡ് അക്രോസ് ദി ജംഗ്ഷൻ ബിക്കം വെരി ഹൈ. ഓക്കെ, so this electric field exerts a force on the electrons in the outermost shell. ഓക്കെ, സോ ഇലക്ട്രിക് ഫീൽഡ് ഹൈ ആയിട്ട് ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യും, ഇലക്ട്രോൺസ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസിൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ഡ്യൂ ടു ദാറ്റ് ഫോഴ്സ് ഇലക്ട്രോൺസ് ആർ പുൾഡ് അവേ ഫ്രം ദി കോവാലന്റ് ബോണ്ട്. ഓക്കെ, സോ കറണ്ട് ഫ്ലോ ഉണ്ടാവണമെന്ന് വേണം, കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഇലക്ട്രോൺസ് പുറത്തേക്ക് വരണം. ഓക്കെ, സോ ഈ കേസിൽ സെനറിന്റെ കേസിൽ എന്താ സംഭവിക്കുന്നത്, റിവേഴ്സ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യും. സോ ഈ ഇലക്ട്രിക് ഫീൽഡ് കാരണം ഇലക്ട്രോൺസ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺസിൽ ഇലക്ട്രിക് ഫീൽഡ് ഫോഴ്സ് എക്സേർട്ട് ചെയ്ത കാരണം ഇലക്ട്രോൺസ് കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ആ ആറ്റത്തിൽ നിന്ന് പുറത്തേക്ക് വരും. അങ്ങനെ ലാർജ് നമ്പർ ഓഫ് ഇലക്ട്രോൺ ഹോൾ പെയർസ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, സോ ലാർജ് നമ്പർ ഓഫ് ഇലക്ട്രോൺ ഹോൾ പെയർസ് പ്രൊഡ്യൂസ് ചെയ്യാൻ മീൻസ് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യും. സോ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുമ്പോൾ റിവേഴ്സ് കറണ്ട് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, സോ ഈ ഒരു പ്രോസസ്സിനാണ് എന്ത് പറയുന്നത്, സെനർ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ നോർമൽ ഡയോഡിലെ പോലെ തന്നെയാണ് ഇവിടെ റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിൽ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ, പക്ഷെ പ്രോസസ്സ് ഡിഫറെൻ്റ് ഉണ്ട്. വോൾട്ടേജ് റിവേഴ്സ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അക്രോസ് ദി ജംഗ്ഷൻ ബിക്കംസ് വെരി ഹൈ. ദിസ് ഇലക്ട്രിക് ഫീൽഡ് എക്സേർട്സ് എ ഫോഴ്സ് ഓൺ ദി ഇലക്ട്രോൺസ് ഇൻ ദി ഔട്ടർ മോസ്റ്റ് ഷെൽ. ഡ്യൂ ടു ദിസ് ഫോഴ്സ് ഇലക്ട്രോൺസ് pulled away from the covalent bond. Thus large current flows through the diode in the reverse ബയാസ്ഡ് കണ്ടീഷൻ. ഓക്കെ, സോ ഈ ഒരു ബ്രേക്ക് ഡൗണിനാണ് എന്ത് പറയുന്നത്, റിവേഴ്സ് ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ഡോപ്പിംഗ് സെനറിന്റെ കേസിൽ പറഞ്ഞു ഹൈലി ഡോപ്ഡ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഡോപ്പിങ്ങിന്റെ കോൺസെൻട്രേഷൻ എത്രത്തോളം ഡോപ്പിംഗ് വരുന്നോ ആ ഡോപ്പിങ്ങിനനുസരിച്ച് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഏതൊരു വോൾട്ടേജിലാണോ റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിൽ സെനറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, സോ ആ ഒരു വോൾട്ടേജിനാണ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പൊ ഹൈലി ഡോപ്പിംഗ് കൂട്ടിക്കഴിഞ്ഞാൽ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് വിൽ ഡിക്രീസ്. ഓക്കെ, ചെറിയ വോൾട്ടേജ് കൊടുത്താൽ തന്നെ പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ സംഭവിക്കും ഡോപ്പിംഗ് കൂട്ടിക്കഴിഞ്ഞാൽ. അതേസമയം ഡോപ്പിങ്ങിന്റെ ലെവൽ കുറവാണെങ്കിൽ കുറച്ചുകൂടെ ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്താൽ മാത്രമേ എന്താവും സെനർ ബ്രേക്ക് ഡൗൺ നടക്കുള്ളൂ. ഓക്കെ, സോ ഇതാണ് സെനർ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ വി ഐക്കാരെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. അടുത്ത ഒരു 10 minutes ബ്രേക്ക് ഉണ്ടല്ലോ, സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.